കാൽ കഴുകുന്നത് തെറ്റായ പ്രവണതയൊന്നുമല്ല. പെസഹ രാത്രി ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. അത് എളിമയുടെയും വിനയത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് ലോകമെങ്ങും വാഴ്ത്തപ്പെടുകയും 2025 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് പെസഹ വ്യാഴങ്ങളിൽ ദേവാലയങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുകയും സുവിശേഷ പ്രസംഗങ്ങളിൽ വൈദികന്മാർ അത് പ്രസംഗിക്കുകയും എളിമപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യും. അത് ക്രൈസ്തവരുടെ പെസഹ ക്രിസ്തു കാണിച്ചു കൊടുത്ത ഒരു എളിമയുടെ വഴിയാണ്. തന്നിൽ ഇളയവൻ്റെ കാൽപാദം കഴുകി കൊടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ എന്തുകൊണ്ടാണ് ബൈബിളിൻ്റെ കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ ചില ആളുകൾ കാല് കഴുകുകയാണ്. ഒരു സ്കൂളിൽ അധ്യാപകരുടെയും മുതിർന്ന ആളുകളുടെയും കാല് കഴുകാൻ കുട്ടികളെ നിയോഗിച്ചു. അത് വലിയ ചർച്ചയാണ്. കാൽ കഴുകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗുരു പ്രണാമം, ഗുരുവന്ദനത്തിൻ്റെ ഭാഗമായാണ് കാൽ കഴുകൽ. അത് എല്ലാ സ്കൂളുകളിലും വേണമെന്നൊരു ശാഠ്യമാണ് ചില സംഘപരിവാർ സംഘടനകളും നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്ഭവനും അതേ മാർഗമാണ് സ്വീകരിക്കുന്നത്. ഈ കാൽ കഴുകൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിക്കുക. അധ്യാപകരുടെ ആദരവും ബഹുമാനവും ഒക്കെ വേണം. നിങ്ങളൊരു 10 വർഷം മുമ്പ് അല്ലെ പോട്ടെ, ഈ കൊല്ലത്തിന് തൊട്ട് മുന്നത്തെ കൊല്ലം, ഈ 2014 മുമ്പുള്ള സ്കൂൾ കാലം, കോളേജ് കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. വാജ്പേയിയും ഇന്ത്യ ഭരിച്ച വ്യക്തിയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കരിക്കുലം ആയി ബന്ധപ്പെട്ട സംഭവങ്ങളിലൊന്നും ഇങ്ങനെ മതം, വർഗീയത, ഈ സംഭവങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നില്ല. ലീഗുകാർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും, അവർക്ക് 2 ദിവസം അവധി വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. അത് മാത്രമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് നടത്തണമെങ്കിലും ഈ മാമൂൽ ശക്തികളുടെ പിന്തുണ വേണം, അല്ലെങ്കിൽ അവരുടെ കയ്യൊപ്പ് വേണം എന്നൊരു ദുർഗതി വന്ന് ഭവിച്ചിരിക്കുകയാണ്. സ്കൂളിൻ്റെ സമയം പുനഃക്രമീകരിക്കാനും സമയമാറ്റത്തിനും കാരണമായത് ഹൈക്കോടതി വിധിയാണ്. 222 പ്രവൃത്തി ദിവസങ്ങൾ വേണമെങ്കിൽ സർക്കാർ ഹൈസ്കൂളിന് അരമണിക്കൂർ പ്രവൃത്തി സമയം കൂട്ടിയേ പറ്റുകയുള്ളൂ. UDF കൂട്ടിയിരുന്നു, അരമണിക്കൂർ വൈകുന്നേരവും രാവിലെ അരമണിക്കൂർ വെച്ച് കൂട്ടി ക്ലാസ് എടുത്ത സമയം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും സമസ്തയ്ക്കും ലീഗിനുമൊന്നും ഈ പുഴുക്കുത്തോ കടിയോ ഇല്ല. ഇപ്പോഴിത് നടപ്പിലാക്കിയപ്പോൾ പിള്ളേരുടെ വിദ്യാഭ്യാസം നന്നായി നടക്കണം, പാഠഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിക്കണമെന്ന് കണ്ടപ്പോൾ സമസ്തയും കൊസ്രാക്കോളുകളും കൊണ്ട് ഓരോരുത്തരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെയാണ് ഗുരുവന്ദന പരിപാടി. കാല് കഴുകുന്നത് മഹത്തായ പാരമ്പര്യത്തിൻ്റെ എന്തോ ഒന്നാണെന്ന് പറഞ്ഞിട്ട് രാജ്ഭവൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇത് കാൽ കഴുകേണ്ട ആവശ്യമുണ്ടോ? ഇത് കുട്ടികളെ കൊണ്ട് നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട സംഭവമാണ്. സൂംബ ഡാൻസ് നടത്തിയപ്പോൾ പറഞ്ഞു ഇത് കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് നിർത്തി നൃത്തം ചെയ്ത് അവരെ വഷളന്മാരാക്കാണ്, DJ പാർട്ടിയിലോട്ട് പറഞ്ഞു വിടാനാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ബഹളം വെച്ചു. അവസാനം എന്തായി? അതൊന്നുമല്ല കാര്യമെന്ന് മനസ്സിലായി. ഇതിങ്ങനെയാണ്. ഗുരുവിനെ ബഹുമാനിക്കേണ്ട, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നത് വാസ്തവം തന്നെയാണ്. അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടാണ് അധ്യാപകൻ്റെ സ്ഥാനം. ഗുരുക്കന്മാരെ ആദരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ പോയ ഉടനെ ക്ലാസ് ടീച്ചറിൻ്റെ കാല് കഴുകി വെടിപ്പാക്കി കൊടുക്കുക എന്ന സമ്പ്രദായമൊക്കെ പഴയ ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ തള്ളിവിടുന്നത് പോലെയാണ്. ബഹുമാനം മനസ്സിൽ നിന്നുണ്ടാകേണ്ടതാണ്. ആദരവ് മനസ്സിൽ ജനിക്കേണ്ടതാണ്. ആദരവ് സ്വയം പിടിച്ചു പറ്റുകയില്ല. എന്നാൽ എൻ്റെ കാല് കഴുകിക്കോ എന്ന് പറഞ്ഞ ഏതെങ്കിലും സാറ് കുട്ടിയുടെ നേരെ കാൽ നീട്ടിക്കൊടുക്കലല്ല ആദരവ് പിടിച്ചു വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനം. ആദരവ് സ്വയം സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആദരവ് വിദ്യാർത്ഥികൾക്ക് തോന്നണം. പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നന്നായി കുട്ടികൾക്ക് മനസ്സിലാകണം. കുട്ടികൾ ഉയർന്ന നിലയിലെത്തണം. അപ്പോൾ അവർക്ക് തോന്നും, എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരാണ് എന്നെ നേർവഴിക്ക് നയിച്ചത് എന്ന് തോന്നും. അതാണ് ആദരവ് എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ കാൽ കഴുകൂ എന്ന് പറഞ്ഞ് കാൽ നീട്ടിക്കൊടുക്കലല്ല. ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നു, ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ആ പാരമ്പര്യത്തിൻ്റെ കഥകളൊക്കെ ഇന്ന് രാജ്ഭവനും പുനർവിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ ഗുരുപൂജ നടന്നിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കണം. ഗുരുക്കന്മാർ തന്നെ, ദ്രോണാചാര്യരൊക്കെ ഇത്രയും മോശപ്പെട്ട ഗുരുക്കന്മാർ വേറെ ഉണ്ടാകില്ല. ഏകലവ്യൻ എന്ന മിടുക്കനായ ആയോധന കലയിൽ മിടുക്കനായ കുട്ടിയുടെ പെരുവിരൽ മുറിച്ചു വാങ്ങിയ ഗുരുക്കന്മാരാണ് അവരൊക്കെ. അതായത് താഴ്ന്ന ജാതിക്കാരനാണ് അവൻ ഗുരുവിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ട് സ്വയം അതിൻ്റെ മുന്നിൽ നിന്ന് പഠിച്ചു വന്നവനാണ്. അവൻ മിടുക്കനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു, നീ എനിക്ക് ദക്ഷിണ തന്നിട്ടില്ല, നിൻ്റെ പെരുവിരൽ ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് പെരുവിരൽ മുറിച്ചു വാങ്ങിയ ഗുരുക്കന്മാരുണ്ട്. അമ്മാതിരി ഗുരുക്കന്മാർ നമ്മുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും മതം എന്ന് പറയുന്ന സംഭവമൊക്കെ പാഠശാലകൾക്ക് പുറത്ത് നിൽക്കേണ്ടതാണ്. മുമ്പ് പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു. അത് പഠനം
എന്താണ് നമ്മൾ കേരളമൊക്കെ ഒരുപാട് പിന്നിൽ കിടന്നപ്പോൾ അത്തരം പള്ളിക്കൂടങ്ങളൊക്കെ, അതായത് പള്ളിയോട് ചേർന്നുള്ള എന്താണ് പാഠശാലകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പള്ളിയോട് ചേർന്ന് പാഠശാലകളും എന്താണ് സ്കൂളുകളും ഒക്കെ ധാരാളമുണ്ട്. അവരൊന്നും ഇങ്ങനെ മതം അടിച്ചേൽപ്പിക്കുന്നില്ല, ഇങ്ങനെ ചെയ്യൂ, നാളെ മുതൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല. അതുപോലെ പല പല സംഭവങ്ങൾ, ഏത് മതമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മോശമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതാണ് പുതിയ ജനായത്ത വ്യവസ്ഥ, ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. അല്ലാതെ ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തി എന്താണ് അധ്യാപകന്മാരുടെ കാല് കഴുകിക്കലല്ല എന്നതാണ് ന്യായം. ഇതിന് തുടക്കം കുറിച്ച ഒരു അധ്യാപകൻ, അഭിഭാഷകനാണ്, BJP നേതാവ് കൂടിയാണ്. അയാൾക്കെതിരെ പോലീസ് കേസ് എടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. അയാൾ അധ്യാപകനല്ല, ആ സ്കൂളിൽ പോയി എന്താണ് പിള്ളേർക്ക് വല്ലപ്പോഴും ക്ലാസ് എടുക്കും. അയാളും ചെന്ന് കാല് നീട്ടിക്കൊടുത്തു, എൻ്റെ കാല് കഴുകിത്തരാൻ. ഇതൊക്കെ നാണം കെട്ട ഏർപ്പാടാണെന്ന് എന്നാണ് മനുഷ്യർ തിരിച്ചറിയുന്നത് എന്നാണ് വലിയ ചോദ്യം.